നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തയ്ക്ക് എടുത്ത വിഷയം യേശുക്രിസ്തുവിൻ്റെ മുൻ അസ്തിത്വം, പ്രീ എക്സിസ്റ്റൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ വിഷയത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പ്രസക്തമായ പല ഭാഗങ്ങളിലൂടെയും കടന്നുപോയി. അതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് പങ്കുവയ്ക്കാമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് യേശുക്രിസ്തുവിൻ്റെ ഉത്ഭവം നടന്നത് വിശുദ്ധ മറിയത്തിൻ്റെ മേൽ പരിശുദ്ധ ആത്മാവ് വരികയും അത്യുന്നതൻ്റെ ശക്തി മറിയത്തിൻ്റെ മേൽ നിഴലിടുകയും ചെയ്തതിലൂടെ ഉത്ഭവിക്കുകയാണ് ചെയ്തത് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും നമ്മൾ കണ്ടു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം ഇക്കാര്യം വളരെ കൃത്യമായി സ്ഥിരീകരിക്കുന്നതാണ്. ഈ വചനമൊക്കെയും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതാണ്. ഞാൻ അബ്രഹാമിന് മുമ്പ് ഉണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് യേശുക്രിസ്തു പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 58-ാം വാക്യത്തിലുള്ളതിനെ ആധാരമാക്കിയും അവിടെ യേശുക്രിസ്തു പറഞ്ഞ ഞാൻ എന്നതിൻ്റെ തുടർ പഠനം നമ്മൾ നോക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ ഞാൻ എന്നത് യേശു ഭൂമിയിൽ നിന്ന് ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളത് അവിടെ വളരെ വ്യക്തമായി കാണുന്നത് ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്. യേശു പറഞ്ഞ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാണെന്നും അത് ഭക്ഷിക്കാനുള്ളതാണെന്നും അത് ഭക്ഷിക്കുന്നതിലൂടെ ജീവൻ പ്രാപിക്കുമെന്നും ഒക്കെ യേശുക്രിസ്തു പറഞ്ഞത് നമ്മൾ ആ അധ്യായത്തിൽ കണ്ടതാണ്. അത് താഴോട്ട് വരുമ്പോൾ യേശു അതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഒരു കൃത്യമായ കൺക്ലൂഷനിൽ കൊണ്ടുവന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരെ നിർത്തിക്കൊണ്ടാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. യേശു അവരോട് സംസാരിച്ച വചനം ജീവനും ആത്മാവും ആകുന്നു എന്ന സ്റ്റേറ്റ്മെന്റിൽ കൊണ്ടുവന്ന് യേശുക്രിസ്തു ആ വിഷയം അവിടെ കൃത്യമായി യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിന് തൊട്ട് മുൻപ് വരെ യേശു പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, യേശു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുവാൻ കഴിയാതെ തെറ്റിദ്ധരിച്ചു പോയതായ ആളുകൾ യേശുവിനെ വിട്ടുപോയി. അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ തക്കവണ്ണം പലരുടെയും ജീവിതത്തിൽ ഇടയായിട്ടുള്ള യേശുക്രിസ്തുവിൻ്റെ പല വാക്കുകളെയും ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിനെ ശരിയായി മനസ്സിലാക്കാതെ ആ തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട് തങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ വചനത്തെ കോട്ടിക്കളയുന്ന ആളുകളാണ് അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന യേശുവിൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തു വെച്ചിട്ട് യേശുക്രിസ്തു എന്ന ഒരുവൻ അബ്രഹാമിന് മുൻപേ ഉണ്ട് എന്നൊക്കെ അവകാശവാദം പറയുന്നു. അപ്പോൾ യേശു പറഞ്ഞ ഞാൻ ഭക്ഷിപ്പാൻ യോഗ്യവും അത് ജീവൻ പ്രാപിക്കുവാൻ സഹായിക്കുന്നതുമായ വചനമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം തന്നെ നമ്മെ വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുമ്പോൾ തെറ്റിദ്ധാരണകൾ നീക്കിവെച്ച ശേഷം
യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങളെ കൃത്യതയോടുകൂടി പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്തിനാണ് ഇവരെല്ലാവരും തർക്കങ്ങളും വാദങ്ങളുമായി വരുന്നതെന്നറിയാമോ? അത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇവർ ഈ തർക്കങ്ങളും വാദങ്ങളുമായി വരുന്നതിന്റെ പിന്നിൽ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പിതാവായ ദൈവത്തോട് സമനായ ഒരു ദൈവമായി യേശുക്രിസ്തുവിനെ അവരോധിക്കുക എന്നുള്ള ഗൂഢ ലക്ഷ്യവുമായിട്ടാണ് അവർ വരുന്നത്. യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവാണ് ഓൺലി ട്രൂ ഗോഡ്, ഒരേ ഒരു സത്യദൈവം എന്ന യേശുക്രിസ്തുവിന്റെ അധ്യാപനത്തെ തമസ്കരിക്കുക. യേശുക്രിസ്തുവിന്റെയും ദൈവമായ പിതാവാണ് ബൈബിൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരേ ഒരു സത്യദൈവം എന്ന ബൈബിളിന്റെ അന്തസത്തയെ തമസ്കരിക്കുക. ആ വിഷയത്തിലേക്ക് ജനങ്ങൾ ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനായിട്ട് ജനങ്ങളുടെ ശ്രദ്ധയെ വൈകാരികമായി വഴിതിരിച്ചു വിട്ടുകൊണ്ട് കാതലായ വിഷയത്തിൽ നിന്നും അവരെ ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് അവരെ ലക്ഷ്യത്തിലെത്താതെ വണ്ണം ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഈ തർക്കസംഗതികളുടെയൊക്കെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നു. ആയതിനാൽ പ്രിയരെ, നമ്മൾ വിശുദ്ധ തിരുവെഴുത്തുകളെ പരിശോധിച്ച് അതിൽ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. കഴിഞ്ഞ ആഴ്ചയിലെ മെസ്സേജ് കണ്ടിട്ട് ഒരു പെന്തക്കോസ്തുകാരൻ അതിൻ്റെ കീഴിൽ ഒരു കമന്റ് ഇട്ടു, നിങ്ങൾക്ക് 3ാം ക്ലാസ്സുകാരൻ്റെ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയുടെ പോലും അറിവില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി എന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ കണ്ടതാണ്. ഞാൻ പെന്തക്കോസ്തുകാരെയോ ആരെയെങ്കിലുമോ സന്തോഷിപ്പിക്കുവാനോ അവർ ആഗ്രഹിക്കുന്നത് പോലെ, അവർ വിശ്വസിക്കുന്നത് പോലെ അവരുടെ ആശയത്തെ പിന്തുണയ്ക്കുവാനോ അതിനെ സ്ഥാപിക്കുവാനോ വേണ്ടി അല്ല ഞാൻ എൻ്റെ സമയം ചിലവിടുന്നത്. ഞാൻ എൻ്റെ സമയം ചിലവിടുന്നത് വിശുദ്ധ തിരുവെഴുത്തുകളിലെ സത്യത്തെ ചികഞ്ഞെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നതിനായിട്ടാണ്. എന്തിനാണ് ഞാനത് ചെയ്യുന്നത്? ഞാനത് ചെയ്യുന്നത് അതിന് വിപരീതമായ ഉപദേശം പ്രചരിപ്പിക്കുന്ന വ്യാജ ഉപദേശകർ ഉള്ളത് കൊണ്ടാണ്. കള്ളനോട്ടുള്ളപ്പോഴാണ് ഒറിജിനലിന്റെ ഫീച്ചേഴ്സ് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി പ്രയത്നിക്കേണ്ടി വരുന്നത്. കള്ളനോട്ടുകൾ ഇറങ്ങുന്നില്ലെങ്കിൽ ഒറിജിനലിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് ബോധപ്പെടുത്തുവാൻ വേണ്ടി സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വ്യാജ ഉപദേശകർ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്ന് ജനങ്ങളെ വഴിതിരിച്ചുകൊണ്ട് തെറ്റായ മാർഗത്തിൽ നയിക്കുകയും ക്രിസ്തുവേശുവിലൂടെ ലഭ്യമാകുവാനുള്ള നിത്യമായ ജീവന്റെ പ്രത്യാശയിൽ നിന്ന് അവരെ വഴിതെറ്റിച്ചുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുക എന്ന എതിർ ക്രിസ്തുവിന്റെ തന്ത്രം, ക്രിസ്തു വിരോധിയുടെ തന്ത്രം, ആ അഭിഷേകത്താൽ, ആ ആത്മാവിനാൽ ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വിശുദ്ധ തിരുവെഴുത്തുകളെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവേശുവിന്റെ ജനനത്തെക്കുറിച്ച് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ അവിടെ മത്തായി എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ കൃത്യമായ വിവരമുണ്ട്. സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ നിന്ന് ജനിച്ചവനാണ് യേശു എന്ന് പഠിപ്പിക്കുന്ന ചില സമൂഹങ്ങളുണ്ട്. പക്ഷെ സർവ്വലോകങ്ങൾക്ക് മുൻപേ യേശു എന്നൊരാൾ ജനിച്ചു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. യേശുവിന്റെ ജനനം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതെങ്ങനെയാണ് സംഭവിച്ചതെന്നതിന്റെ കൃത്യമായ വിവരമുണ്ട്. അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യഭാഗങ്ങൾ നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്. യേശുവിന്റെ ഉത്ഭവം നടന്നതെങ്ങനെയാണ് എന്നുള്ളതിനെ
ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മുൻപിൽ ഇരിക്കുമ്പോൾ തെളിവില്ലാത്തതും അടിസ്ഥാനമില്ലാത്തതും വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പിന്തുണയ്ക്കുകയും ചെയ്യാത്ത അന്യവും വിവിധവുമായ ഉപദേശങ്ങളുമായി വരുന്ന ധാരാളം ആൾക്കാരെ നമ്മൾ കാണുന്നത് കൊണ്ട് വിശുദ്ധ തിരുവെഴുത്തുകൾ ആധാരമാക്കി സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്നവരെ സഹായിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ആര് വേണമെങ്കിലും പറഞ്ഞോളൂ, സുവ്യക്തമായ തെളിവുള്ള വചനങ്ങൾ ഒന്നും ഒന്നിനെ കോൺട്രാഡിക്റ്റ് ചെയ്യുവാൻ പാടില്ല. കൊണ്ടുവരൂ, സ്വീകരിക്കാൻ നമുക്കും സന്തോഷമേയുള്ളൂ. അപ്പോൾ ഈ വിധത്തിൽ പല തർക്കങ്ങളും വാദങ്ങളും കൊണ്ടുവരുന്ന അടുത്ത ഒരു വചനഭാഗത്തേക്കാണ് ഞാൻ ഇന്ന് പോകുവാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 5-ാം വാക്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യം. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. മതി. ഈ വാക്യം വളരെ തന്ത്രപൂർവം ആളുകൾ കൊണ്ടുവരാറുണ്ട്. ഇത് കൊണ്ടുവന്നിട്ട് ഇവര് യേശുക്രിസ്തു എന്നൊരാള് ലോകം ഉണ്ടാകുന്നതിന് മുൻപേ പിതാവിന്റെ അടുക്കലുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. സൂക്ഷ്മതയോടെ ഈ തിരുവെഴുത്തിനെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യാത്തവർ തെറ്റിപ്പോകാൻ സാധ്യത ധാരാളമുണ്ട്. ഈ വരുന്നവർക്ക് ആളുകളെ തെറ്റിക്കുന്ന കാര്യത്തിൽ അവർ വളരെ സക്സസ് ആകുന്നുണ്ട്. എന്നാൽ ഈ വാക്യത്തിൽ എവിടെയാണ് ലോകമുണ്ടാകുന്നതിന് മുമ്പ് യേശുക്രിസ്തു എന്ന ഒരുവൻ പിതാവിന്റെ അടുക്കൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്? അവിടെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യേശുക്രിസ്തു എന്ന ഒരുവൻ ലോകമുണ്ടാകുന്നതിന് മുമ്പ് പിതാവിന്റെ അടുക്കൽ ഉണ്ടെന്ന്? പിതാവിനോടുകൂടെ പിതാവിന്റെ അടുക്കൽ മഹത്വത്തിലായിരുന്നു എന്നാണ് ഈ വ്യാജന്മാർ ഈ വാക്യം വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അവിടെ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? യേശുക്രിസ്തു എന്ന ഒരുവൻ പിതാവിന്റെ ഒപ്പം മഹത്വത്തിൽ പിതാവിന്റെ അടുത്തുണ്ടായിരുന്നുവെന്ന് അവിടെ എഴുതിയിട്ടില്ല. ആ വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഒന്നുകൂടെ വായിച്ചേ. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. അപ്പൊ പിതാവിന്റെ അടുക്കൽ എന്തുണ്ടായിരുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തു അവിടെ ഉണ്ടായിരുന്നു എന്നാണോ? ഞാൻ നിന്റെ അടുക്കലായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമെന്നാണോ? പിതാവേ, ലോകമുണ്ടാകുന്നതിന് മുൻപേ ഞാൻ നിന്റെ അടുക്കലായിരുന്ന ആ മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമെന്നാണോ അവിടെ പറഞ്ഞത്? അവിടെ അങ്ങനൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് പിതാവിന്റെ അടുക്കൽ ഉണ്ടായിരുന്നത് എന്താണ്? ഉണ്ടായിരുന്നതാണ് മഹത്വം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചു വായിച്ചോ. യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരുവൻ പിതാവിന്റെ അടുക്കൽ ലോകം ഉണ്ടാകുന്നതിന് മുൻപേ ഉണ്ടായിരുന്നു എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുത്രന് പിതാവിന്റെ അടുക്കൽ മഹത്വമുണ്ടായിരുന്നു. മഹത്വം, ഗ്ലോറി. അവിടെ മഹത്വം ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതല്ല. അപ്പോൾ ഈ മഹത്വം പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അതിനാർക്ക തർക്കം? ലോകമുണ്ടാകുന്നതിന് മുമ്പ് പിതാവിന്റെ അടുക്കൽ പുത്രന് കൊടുക്കുവാനുള്ള മഹത്വമുണ്ട്. ആ മഹത്വത്തിലേക്ക് പുത്രൻ മഹത്വപ്പെടുന്നത് താൻ ജയാളിയായി കഴിയുമ്പോഴാണ്. മനസ്സിലായോ? അതാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. പിതാവേ, ലോകമുണ്ടാകുന്നതിന് മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുമ്പോൾ ആദ്യം തൊട്ടേ വായിക്കണം ആ അധ്യായത്തിന്റെ. അവിടെ പിതാവിനോട് പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താണെന്നറിയാമോ? ഒന്ന് സൂക്ഷ്മതയോടെ പരിശോധിച്ച്,
ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, അവിടുത്തെ പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും നിത്യജീവനെ നൽകേണ്ടതിന് സകല ജഡത്തിന്മേലും നീ അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഇവിടെ യേശു പറയുന്ന അവൻ പുത്രൻ, അവിടെ പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. താഴോട്ട് പറയുന്നത് എന്താണ്? അതിനു മുമ്പേ, നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ നൽകേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അടുത്തത്, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഇതാണ് 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്യം, 4-ാം വാക്യം, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നീ എനിക്കു ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. A successful completion of the target which is entrusted upon the Lord Jesus Christ. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, എനിക്ക് ചെയ്യുവാനായി, ഞാൻ ചെയ്യേണ്ടതിനായി നീ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായി അക്കംപ്ലിഷ് ചെയ്തിരിക്കുന്നു, കൃത്യമായി ഫുൾഫില്ല് ചെയ്തിരിക്കുന്നു, ചെയ്തു തീർത്തിരിക്കുന്നു. അതിൽ വീഴ്ച വരുത്തിയിട്ടില്ല. ഒരു വിധത്തിലും ഒരിടത്തും കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കാതെ തന്നെ ഏൽപ്പിച്ചതായ ദൗത്യം കൃത്യതയോടെ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, നിന്റെ അടുക്കൽ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ മഹത്വമുണ്ടല്ലോ, അതിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ ടാർഗറ്റ്. മനസ്സിലായോ? ജയാളിയായി കഴിയുമ്പോൾ, ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി വീഴ്ച വരാതെ വണ്ണം പൂർത്തീകരിച്ച് കഴിയുമ്പോഴാണ് അവിടെ ലോകമുണ്ടാകുന്നതിന് മുൻപേ പുത്രന് വേണ്ടി വച്ചിരിക്കുന്ന ആ മഹത്വത്തിലേക്ക് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടത്. അല്ലാതെ ലോകമുണ്ടാകുന്നതിന് മുമ്പ് യേശുക്രിസ്തു എന്ന ഒരുവൻ പിതാവിനൊപ്പം പിതാവിനോട് തുല്യമായ മഹത്വത്തിലുണ്ടായിരുന്നു എന്നല്ല ആ വാക്യം പഠിപ്പിക്കുന്നത്. ശ്രദ്ധയോടെ ബൈബിൾ പരിശോധിക്കണം, ശ്രദ്ധയോടെ വചനം പഠിക്കണം. പെട്ടെന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഇളകിപ്പോകരുത്. യേശുക്രിസ്തു എന്നൊരുവൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത് വിശുദ്ധ മറിയത്തിലൂടെ ദൈവം ഉൽപ്പാദിപ്പിച്ചപ്പോഴാണ്. പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ മറിയത്തിൽ ഉൽപാദനം നടക്കുകയാണ് ചെയ്യുന്നത്. ഉൽപാദനം നടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണും. അവർ കൂടി വരും മുൻപേ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടിട്ട് യോസഫ് നീതിമാനായ മനുഷ്യൻ മറിയത്തിന് ലോകാപവാദം വരാതെ ഇരിക്കേണ്ടതിന് രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ യോസഫിന്റെ അടുക്കിലേക്ക് വന്നിട്ട് യോസഫിനോട് പറയുകയാണ്, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയത്തെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കണ്ട. അവളിൽ ഉൽപാദിതമായിരിക്കുന്നത് പരിശുദ്ധ ആത്മാവിലാണ്.
അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് യോസഫ് പറയുന്നു. അറിഞ്ഞ യോസഫിന്റെ അടുത്തേക്ക് ദൂതൻ വന്നിട്ട് പറയുകയാണ്, അവളിൽ ഉൽപാദിതമായിരിക്കുന്നത്, ഈ പദം മറന്നു പോകരുത് കേട്ടോ, ഉൽപാദിതമായിരിക്കുന്നത് പരിശുദ്ധ ആത്മാവിനാലാണ്. ആ ഭാഗം തുടങ്ങുന്നത് തന്നെ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ മറിയത്തിൽ ഉൽപാദനം നടന്ന യേശു എന്ന വ്യക്തി അതിനു മുൻപ് ഉള്ളതായി ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ചിലരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദങ്ങൾ കഴിഞ്ഞ ആഴ്ച ടച്ച് ചെയ്തു പോയതാണ്. അവൻ വചനമായിരുന്നു. വചനം എന്നാൽ എന്ത് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നതാണ് വചനമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. സകല സൃഷ്ടിയും യഹോവയുടെ വചനത്താലാണ് ഉളവാകുന്നത്. അവന്റെ വായിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന കൽപ്പന പുറപ്പെടുന്നതോടെ അവൻ എന്തുദ്ദേശത്തോടു കൂടി ആ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുവോ ആ ഉദ്ദേശത്തിന്റെ ഫുൾഫിൽമെന്റ് നടക്കുകയാണ് ചെയ്യുന്നത്, അതിന്റെ പൂർത്തീകരണം നടക്കുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തു ദൈവത്തിന്റെ വചനമാണ് എന്ന് ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പലരും തർക്കത്തിനായിട്ടൊരു വാക്യവുമായിട്ട് വരും. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യം, ഞങ്ങൾക്കൊക്കെ ഈ വാക്യം പുതിയതാണെന്നാണ് ഈ ആൾക്കാർ വിചാരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യത്തിൽ അവിടെ കുതിരപ്പുറത്തിരിക്കുന്ന ഒരുവനെ കുറിച്ചാണ് പറയുന്നത്. അത് യേശുക്രിസ്തുവാണെന്ന് ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. വെളിപ്പാട് 19-13 വായിച്ച്, അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു, അവന് ദൈവവചനം എന്ന് പേര് പറയപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ആരാണത് കുതിരപ്പുറത്തിരിക്കുന്നത്? അത് യേശുക്രിസ്തുവാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ബൈബിളിൽ എവിടെയാ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവാണെന്ന്? കുതിരപ്പുറത്തിരിക്കുന്ന ഒരുവൻ, അവന് ദൈവത്തിന്റെ വചനമെന്ന് പേര് പറയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് യേശുക്രിസ്തുവാണെന്ന് ബൈബിളിൽ ഒരു തെളിവുമില്ല. അപ്പോൾ വെറുതെ ഊഹാപോഹങ്ങളിൽ കൂടി എന്തെങ്കിലുമൊക്കെ അങ്ങ് സ്ഥാപിച്ചു കളയാമെന്ന് വിചാരിക്കരുത്. അത് നടക്കത്തില്ല എല്ലാവരുടെയും. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്നതാണ് ദൈവത്തിന്റെ വചനം. ഇനി പേഴ്സോണിഫൈ ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്തെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന വാക്യമുണ്ട് ബൈബിളിൽ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 48, 49, 50 വാക്യങ്ങളിൽ ആ കാര്യം കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. 48-ാം വാക്യം മുതൽ വായിക്കാം. യോഹന്നാൻ 12:48 മുതൽ. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നവൻ ഉണ്ട്. There is a judge. ഒരു വിധികർത്താവ്. ആരാണ് ഈ വിധികർത്താവ്? അത് പലരും തെറ്റിദ്ധരിക്കുന്നത്, അതിന് തൊട്ട് മുമ്പിലത്തെ വാക്യത്തിൽ യേശു പറയുന്നത് ഞാൻ ആരെയും വിധിക്കുന്നില്ല, വിധിപ്പാനല്ല രക്ഷിപ്പാൻ അത്രേ ഞാൻ വന്നതെന്നാണ്. അപ്പൊ പിന്നെ യേശു അല്ല, അപ്പൊ പിന്നെ ആരാ? എന്നാ പിന്നെ പിതാവായിരിക്കും. പിതാവാണ് എന്ന് പറയും. ഇതിങ്ങനെ ആശയക്കുഴപ്പത്തിലായിരിക്കും ആൾക്കാർ. സുഹൃത്തെ, വളരെ കൃത്യമായി അവിടെ യേശു പറയുന്ന അവനുണ്ടല്ലോ, ഒടുക്കത്തെ നാളിലെ വിധി നടത്തുന്ന വിധികർത്താവ്, അത് യേശുക്രിസ്തുവല്ല, പിതാവുമല്ല, പിന്നെ ആരാ? യേശു പറഞ്ഞ വചനം. യേശു പറഞ്ഞ വചനം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അവിടെ യേശു പറയുന്നത് എന്താണ്? ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ എൻ ആർ കെ എൻ ഹോ ലോഗോസ് കൈ ഹോ ലോഗോസ്
എൻ പ്രോസ്റ്റോൺ തെയോൺ കൈ തെയോസ് എൻ ഹോ ലോഗോസ് എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ആ 3 പ്രാവശ്യവും പറഞ്ഞിരിക്കുന്ന ഹോ ലോഗോസ് എന്ന ആ സംഗതി തന്നെയാണ് ഈ പറഞ്ഞ വാക്യത്തിലും കാണുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ. ആ യേശു സംസാരിച്ച വചനത്തിനെ ഹോ ലോഗോസ് എന്നാണ് അവിടെ ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശു സംസാരിച്ച വചനം ഹോ ലോഗോസ് ആണെങ്കിൽ ആ ഹോ ലോഗോസ് ആണ് യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും കാണുന്ന ഹോ ലോഗോസ്. ഇതാരുടെ ലോഗോസ് ആണ്? ആ ഹോ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ THE ഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ ഈക്വൽ ആണ് ആ സംഗതി. ഹോ ലോഗോസ്, ദ വേർഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം. അപ്പോൾ ഇനി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഹോ ലോഗോസ് അതെന്താണെന്ന് യേശു തന്നെ വളരെ കൃത്യമായി വ്യക്തമാക്കി തന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ. ആ വചനം എന്താണെന്ന് പറഞ്ഞത്? തുടർന്ന് പറ. യേശു അതിന്റെ വിശദീകരണം കൊടുക്കുകയാണ്. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും എനിക്ക് കൽപ്പന തന്നിരിക്കുന്നു. എന്നിട്ട് അവന്റെ കൽപ്പന നിത്യജീവനെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ എന്താണ് ഇവിടുത്തെ ഹോ ലോഗോസ്? ഒടുക്കത്തെ നാളിലെ വിധികർത്താവായിരിക്കുന്ന, വിധി നടത്തുന്നവനായ ആ ജഡ്ജ്, ആ അവൻ ആരാണ്? യേശുവിനെ അയച്ച പിതാവിന്റെ കൽപ്പനയാണ്. യേശുവിനെ അയച്ച പിതാവിന്റെ അരുളപ്പാടാണ്. യേശുവിനെ അയച്ച പിതാവിന്റെ വചനമാണ്. അതാണ് യേശു സംസാരിച്ചത്. മനസ്സിലായോ? അപ്പോൾ പിതാവിന്റെ വചനത്തെയാണ് അവൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അത് യേശുവല്ല, ഒരുത്തനുമല്ല, അത് പിതാവിന്റെ വചനമാണ്. ലാസ്റ്റിലെ 50-ാം വാക്യത്തിൽ യേശു പറയുന്നത് ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംസാരിക്കുന്നു. മനസ്സിലായോ? അവൾ ഒടുക്കത്തെ നാളിലെ വിധികർത്താവെന്ന് യേശു ക്രിസ്തു മുന്നോട്ട് വെച്ചത് യേശു സംസാരിച്ച വചനത്തെയാണ്. അവൻ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. വിധികർത്താവ്, ജഡ്ജ്, ന്യായാധിപൻ എന്നിങ്ങനെയാണ്. മനസ്സിലായോ? പലരും ഇവിടെ ഉരുണ്ട് വരണ്ട് വന്നിട്ട് പറയാറുണ്ട്, ആ യേശു പറഞ്ഞ വചനം വെച്ചുകൊണ്ട് വിധിക്കും, പിന്നെ കോടതിയിൽ പുസ്തകം വെക്കും, മറ്റേത് വെച്ചുകൊണ്ട് മറിച്ചത് വെച്ചുകൊണ്ട് ജഡ്ജ് ഇന്നുകൊണ്ട് ആ പുസ്തകം വെച്ചുകൊണ്ട് വിധി കോടതിയിൽ എന്തുവാണ് ജഡ്ജ്മെന്റ് ഉണ്ടാക്കുന്നത്. അത് നീതിന്യായ വ്യവസ്ഥയിലെ പിന്നെ കോഡ് ഓഫ് കോണ്ടാക്ട്സ്, മറ്റേത് മറിച്ചത് 100 കാര്യങ്ങൾ പറയും. സുഹൃത്തെ, ഈ ഉരുളം പിരളം ഒന്നുമില്ല ഇവിടെ. യേശു പറഞ്ഞ വചനം പിതാവിന്റെ വചനമാണ്. പിതാവിന്റെ വചനം ഒടുക്കത്തെ നാളിലെ വിധികർത്താവാണ്, ജഡ്ജാണ്. ജഡ്ജ് മനസ്സിലായോ? യേശു പറഞ്ഞത്, യേശു സംസാരിച്ചത് പിതാവിന്റെ വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചാൽ അവിടെ യേശു ക്രിസ്തു ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ട് ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് സത്യമായിട്ട് അറിഞ്ഞുമിരിക്കുന്നു. യേശു ക്രിസ്തു ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണെന്ന് യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ അറിഞ്ഞു. യേശുവിനെ ദൈവം ഏൽപ്പിച്ചതായ വചനം അതിവർക്ക് കൊടുത്തു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കും. വചനം ന്യായം വിധിക്കും.
വചനം വിധികർത്താവാണ്. There is a judge. അപ്പോൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം കൊണ്ടുവന്നിട്ട് യേശുക്രിസ്തുവിനാണ് ദൈവത്തിന്റെ വചനമെന്ന്, ദൈവവചനമെന്ന് പേര് പറയുന്നതൊക്കെ എന്നെ പോലെയുള്ള ബൈബിൾ വായിച്ച് പഠിക്കുന്ന ഒരുത്തന്റെ മുമ്പിലേക്ക് വന്നാൽ എൻ്റെ പൊന്നു സ്നേഹിതരെ അത് വിലപ്പോകത്തില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തിരുവെഴുത്തുകളെ കൃത്യമായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് അതിൽ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു വാക്യഭാഗം കൂടി ഇന്നത്തെ ഈ മെഡിറ്റേഷനിൽ ഞാൻ ഷെയർ ചെയ്ത് കൺക്ലൂഡ് ചെയ്യാം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ കൂടി നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. അവിടെ എന്തോ ഉണ്ടെന്നാണ് പലരും അവകാശവാദവുമായിട്ട് വരുന്നത്. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. നിശ്ചയമായും ഇത് വായിക്കുന്ന ഒരു സാധാരണക്കാരന്, അല്ലെങ്കിൽ ഇതുകൊണ്ട് അഭ്യാസം കളിക്കാൻ വരുന്നവരെ ഫേസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് യേശുക്രിസ്തുവാണ് എന്ന് തെറ്റിദ്ധാരണയുണ്ടാകും. കാരണം തൊട്ടത്, ഞങ്ങളുടെ കൈ തൊട്ടതെന്നൊരു പ്രയോഗം കൂടെ അവിടെ ഉണ്ട്. ആ വാക്യം നമുക്കൊന്ന് ഇംഗ്ലീഷിൽ വായിക്കാം. ആ വാക്യത്തിൽ ഞങ്ങളുടെ കൈ തൊട്ടതെന്നാണോ? That which was from the beginning, which we have heard, which we have seen with our eyes, which we have looked upon, and our hands have handled. ഞങ്ങളുടെ കൈകൾ കൈകാര്യം ചെയ്തത്, our hands have handled of the word of life. ഞങ്ങളുടെ കൈകൾ കൈകാര്യം ചെയ്തതുമായ ജീവന്റെ വചനം. മനസ്സിലായോ? ഇവിടെ ഈ ഞങ്ങളുടെ കൈ തൊട്ടതെന്ന് പറയുമ്പോൾ തൊടാൻ പറ്റുന്നത് അത് യേശുക്രിസ്തുവാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുക. ജീവന്റെ വചനം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 62-63 വാക്യങ്ങളിലേക്കൊന്ന് വന്നാൽ അവിടെ യേശുവിൻ്റെ കൂടെ നടന്ന ശിമോൻ പത്രോസും ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു മിനിറ്റ്. നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? 68-ാം വാക്യം. അതിന്റെ 67 മുതൽ വായിക്കാം. 6-67. ആകയാൽ യേശു പന്തിരുവരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഇത് ചോദിക്കുന്ന കാരണം എന്താണ്? യേശുവിന്റെ അധ്യാപനം കേട്ടിട്ട് ആ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന യേശുവിനെ കടിച്ചു പറിച്ച് തിന്നുന്ന കാര്യമാണ് യേശു പഠിപ്പിച്ചതെന്ന് തെറ്റിദ്ധരിച്ചു പോയ ആൾക്കാർ. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും മനുഷ്യപുത്രന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ജീവനില്ല എന്നിത്യാദി സ്റ്റേറ്റ്മെന്റ് യേശു പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ട് നിന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും ധരിച്ചത് ഈ നിൽക്കുന്ന യേശുവിനെ കടിച്ചു മറിച്ചു തിന്നുന്ന കാര്യമാണ് യേശു പറയുന്നത് എന്നാണ്. അതേ തെറ്റിദ്ധാരണ തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 58-ാം വാക്യം വായിക്കുന്ന പലർക്കും ഉണ്ടാകുന്നത്. ആ തെറ്റിദ്ധാരണ കൊണ്ടാണ് അവര് ഇവിടെ നമ്മുടെ അടുത്തേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധരിച്ചവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ യേശു തന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? അപ്പൊ എന്താ പറഞ്ഞു? ശിമോൻ പത്രോസ് കൊടുക്കുന്ന മറുപടി, കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും?
നിത്യജീവന്റെ വചനങ്ങൾ നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നിന്റെ പക്കൽ ഉണ്ട്. നീ നിത്യജീവന്റെ വചനമാണെന്നോ നീ നിത്യജീവനാണെന്നോ അവരാരും പറഞ്ഞില്ല. യേശുവിന്റെ ശിഷ്യന്മാരാരും പറഞ്ഞില്ല യേശു ക്രിസ്തു നിത്യജീവനാണ്. നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. പിതാവിനോട് കൂടെ ഇരുന്നതും ഒന്നാം വാക്യം 1 യോഹന്നാൻ 1:1 അവിടെയാണ് നിത്യജീവന്റെ വചനങ്ങൾ യേശുവിന്റെ പക്കലുണ്ട് എന്നാണ് യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാര് പറഞ്ഞത്. യേശുവിന്റെ പക്കലുണ്ട്. അടുത്തത് 1 യോഹന്നാൻ 1:1 ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതെന്നുള്ളത് ഞങ്ങൾ കൈകാര്യം ചെയ്തതെന്നാണ് അർത്ഥം. ആയ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ അല്പം മുമ്പേ വായിച്ച യോഹന്നാൻ 12:49 വാക്യത്തിൽ യേശു പറയുന്നത് എന്താണ്? താൻ സംസാരിക്കുന്നത് സ്വയമായിട്ടല്ല, തന്നെ അയച്ച പിതാവ് തന്നോട് ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന നൽകിയിരിക്കുന്നു. അവന്റെ കൽപ്പന നിത്യജീവനാകുന്നു എന്ന് ഞാൻ അറിയുന്നു. അപ്പൊ എന്താണ് നിത്യജീവൻ? പിതാവിന്റെ കൽപ്പന, പിതാവിന്റെ വചനം, പിതാവിന്റെ അരുളപ്പാടാണ് നിത്യജീവൻ. 1 യോഹന്നാൻ 1:2 വായിക്കുന്നത് എങ്ങനെയാണ്? പിതാവിനോട് കൂടെയിരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവൻ. അപ്പോൾ യേശു പറഞ്ഞ വചനം പിതാവിന്റെ വചനമാണ്. പിതാവിന്റെ വചനമാണ് നിത്യജീവൻ എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ അല്പം മുമ്പേ എടുത്ത യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഒരേ ഒരു സത്യദൈവമെന്നും യേശുക്രിസ്തു ഒരേ ഒരു സത്യദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നുമുള്ള അറിവ് നിത്യജീവനാണ്. അപ്പോൾ പിതാവിന്റെ വചനം, പിതാവിന്റെ അരുളപ്പാട്, യേശു സംസാരിച്ചത്, യേശുവിൽ നിന്ന് ജനങ്ങൾ കേട്ടത്, യേശുവിൽ നിന്ന് ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞതായ ജീവന്റെ വചനം പിതാവിന്റെ വചനമാണ്. പിതാവിന്റെ വചനമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവനെ കൊടുക്കുന്നതും അത് ഭക്ഷിക്കുന്നവർക്കാണ് ജീവൻ ലഭിക്കുകയും ചെയ്യുന്നത്. അത് യേശു സംസാരിച്ച വചനമാണ്. അത് പിതാവിന്റെ വചനമാണ്. ജീവന്റെ വചനം, യേശു സംസാരിച്ച വചനം, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്ന് യേശുവിനോട് കൂടെ നടന്ന ശിഷ്യൻ തിരിച്ചറിഞ്ഞത് സാക്ഷ്യപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാം വാക്യത്തിൽ നീയാണ് നിത്യജീവനെന്ന് ഇവരാരും പറഞ്ഞില്ല. ഇത് പറയുമ്പോൾ ഒരു വാക്യം ചിലർക്ക് പെട്ടെന്ന് ക്ലിക്കായേക്കും. പെട്ടെന്ന് അവർക്ക് തോന്നും ഇവിടെ യേശുക്രിസ്തുവിനെ നിത്യജീവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യം, 5-ാം അധ്യായം 20-ാം വാക്യം. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യം. അവിടെ യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണെന്ന് യോഹന്നാൻ പറഞ്ഞു എന്നാണ് പലരും അവകാശപ്പെടുന്നത്. ഒന്ന് വായിച്ച വാക്യം, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായി, അവൻ എന്ന് പറഞ്ഞ ആരാ? അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. ആരാ ഈ അവൻ? നാം സത്യദൈവത്തിൽ. ആരുടെ പുത്രനായ യേശുക്രിസ്തു? സത്യദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു എന്നല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ പുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ
അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ ആകുന്നു. ഇവിടെ we are in true even in his son the Lord Jesus Christ. നാം സത്യദൈവത്തിലും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിലുമാകുന്നു എന്നുള്ളതാണ് വസ്തുത. യേശുക്രിസ്തു എന്ന ദൈവത്തിന്റെ പുത്രൻ വന്ന് അറിയിച്ചു തന്ന സത്യദൈവം ഒരേയൊരുവൻ മാത്രമേ ഉള്ളൂ, അത് യേശുക്രിസ്തുവിനെ അയച്ച പിതാവാണ്. അപ്പോൾ ദൈവത്തിന്റെ പുത്രൻ വന്ന് സത്യദൈവത്തെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിനെ അയച്ച പിതാവിനെ കുറിച്ച് മാത്രമാണ് അറിയിച്ചു തന്നിരിക്കുന്നത്. അതല്ലാതെ വേറെ ഏതെങ്കിലും സത്യദൈവത്തെ കുറിച്ച് ദൈവപുത്രൻ വന്നറിയിച്ചു തന്നതായി ബൈബിളിൽ ഏതെങ്കിലും വാക്യത്തിലുണ്ടെങ്കിൽ അത് കാണിച്ചാൽ സ്വീകരിക്കുന്ന കാര്യത്തിൽ നമുക്ക് മടിയില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിർത്തി എന്നിട്ട് അതിനുശേഷം ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് തുടരുകയാണ്. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഈ അവൻ എന്നുള്ളത് ചില പരിഭാഷകളിൽ ഇത് അല്ലെങ്കിൽ ഇവൻ അല്ലെങ്കിൽ ദിസ് ഈസ് ദ ട്രൂ ഗോഡ് ആൻഡ് ലൈഫ് ഇറ്റേണൽ, അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇതാകുന്നു സത്യദൈവവും നിത്യജീവനും എന്നാണ് ആ വാക്യത്തിലുള്ളത്. ഇതാകുന്നു സത്യദൈവവും നിത്യജീവനും. ഏത്? യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഒരേയൊരു സത്യദൈവം എന്നുള്ള യോഹന്നാൻ 17:3 ദൈവപുത്രൻ വന്നറിയിച്ചു തന്ന സത്യമാണ്. അവനാൽ അയക്കപ്പെട്ടവനാണ് യേശുക്രിസ്തു എന്നതും അവിടെ തന്നെ കാണുന്ന കാര്യമാണ്. ആ അറിവ് നിത്യജീവനാണ് എന്ന് യോഹന്നാൻ 17:3 കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യോഹന്നാൻ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യദൈവവും നിത്യജീവനും എന്താണ്? ദൈവത്തിന്റെ പുത്രൻ വന്നറിയിച്ചു തന്ന ഒരേയൊരു സത്യദൈവം യേശുക്രിസ്തുവിനെ അയച്ചവനാണെന്നും യേശുക്രിസ്തു ഏക സത്യദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നുമുള്ള അറിവ് നിത്യജീവനാണ്. യേശുക്രിസ്തു നിത്യജീവനാണ് എന്ന് അവിടെയെന്നല്ല ബൈബിളിൽ ഒരു വാക്യത്തിലും എഴുതിയിട്ടില്ല. We know that the Son of God has come and given us an understanding that we may know him that is true. We are in him that is true, even in his Son, the Lord Jesus Christ. This is the true God and life eternal. ഇതാണ് ആ വാക്യം. ഇവിടെ നിന്ന് യേശുക്രിസ്തു സത്യദൈവമാണെന്നോ യേശുക്രിസ്തു നിത്യജീവനാണെന്നോ എഴുതിയിട്ടേയില്ല. അവിടെ നിന്നല്ല ബൈബിളിൽ ഒരു വാക്യത്തിൽ പോലും യേശുക്രിസ്തു സത്യദൈവമാണെന്നോ യേശുക്രിസ്തു നിത്യജീവനാണെന്നോ എഴുതിയിട്ടേയില്ല. അപ്പോൾ എൻ്റെ പ്രിയരെ, നമ്മൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്ത് അതിൽ നിലനിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് നമുക്ക് സംഘടന ഉണ്ടാക്കാനല്ല, നമുക്ക് ടൈം പാസിനല്ല, നമുക്കെന്തെങ്കിലും ഭൗതികമായ ലാഭമുണ്ടാക്കാനല്ല. ഇതെന്തിനാണ്? കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന നിത്യജീവങ്കിലേക്കുള്ള നമ്മുടെ പ്രത്യാശയുടെ സ്ഥിരതയാണ്. അതിലേക്കുള്ള നമ്മുടെ ചുവടുകളെ ഉറപ്പിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രത്യാശയാണ്, ഉറപ്പാണ്, ധൈര്യമാണ് വിശുദ്ധ തിരുവെഴുത്തുകളിൽ കൂടി നാം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ആകയാൽ അതിൽ തന്നെ നിൽക്കുക. ക്രിസ്തുയേശുവിലൂടെ ലഭ്യമാകുന്ന നിത്യജീവനെ അവകാശമാക്കുവാൻ നമുക്ക് നമ്മുടെ ചുവടുകളെ ഉറപ്പോടും ധൈര്യത്തോടും സ്ഥിരതയോടുകൂടിയും വയ്ക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നമ്മേവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. കേൾക്കപ്പെട്ട വചനങ്ങൾ മുമ്പിൽ നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയ തോമസ് കുട്ടിച്ചായൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും.